ഇനി എന്തെല്ലാം കാണാനുണ്ട്, എന്തെല്ലാം കാണാനിരിക്കുന്നു. വെരി വെരി അതാക്കുറ, ഇത് മാഞ്ചി അല്ല, മാഞ്ചല്ല, സോറി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു ട്രിപ്പായിട്ട് തന്നെ വന്നത്. എന്താ വെച്ചെങ്കിൽ ജുമൈറ റെസിഡൻസ് ബീച്ച് ഏരിയയിൽ ആ ഒരു സ്ഥലം കൂടി പെൻഡിങ് ഉണ്ടായി. അപ്പോൾ ഇന്ന് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പോൾ ഇന്ന് 2-3 പരിപാടി ഉണ്ട്. അവിടെ രാത്രി പോയിട്ട് പിന്നെ വേറെ ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്, അവിടെല്ലാം പോകാണ്ട്. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ആക്കാം. ഓക്കെ അസിപ്പോ ഗൈസ്. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കി, നമ്മളല്ല ഓന് മാത്രം ഒറ്റക്ക് വണ്ടി സ്റ്റാർട്ടാക്കി പോകുന്നുണ്ട്. എവിടേക്ക് പോകുന്ന ആസിപ്പോ? ജെബിയാറിന്റെ വീട്ടിലേക്ക്. എല്ലാരും കൂടി പറയൂ, ഒരിക്കൽ കൂടി പറയൂ. ബുർജുലറവിന്റെ ഗേറ്റിന്റെ അടുത്തേക്ക് എത്തിയാവാ. ദിസ് ഈസ് ബുർജുലറം. കണ്ടാ ഇതില്ല, ഇതിനൊരു പ്രത്യേകത ഉണ്ട്. എന്തറിയോ? എന്ത് ഇതില്ല, കടലിൽ നിന്ന് നോക്കുമ്പോ ഒരു കുരിശ് പോലെ കാണും. വേൾഡിലെ ബിഗ്ഗസ്റ്റ് കുരിശ്. അതറിഞ്ഞാ? ഗൂഗിൾ ചെയ്ത് നോക്കിക്കോ. ബാക്കി വീണ്ടും കാണാനുള്ളൊന്നുണ്ട്, അത് ഫ്ലോപ്പായി ഗൈസ്. ഇത് ദുബൈന്റെ പാലസ് അല്ല. ഞാൻ ഫസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്തിട്ട് ഫ്ലോപ്പായി. ഇത് മറ്റേ ദുബൈ പാലസ് ആവാ. എന്താ ഗേറ്റ് നോക്കിയാ? ഇതെല്ലാം തന്നെ വെച്ചക്കാലാൻ തോന്നുന്നു. ഇത് ഉറപ്പല്ലേ? ദുബൈ പാലസ് പോലെ തോന്നുന്നില്ല. ഫസ്റ്റത്തെ ആൾക്കാർ ഇത് പ്രതീക്ഷിച്ചാണ് കേസ് ഞങ്ങൾ വന്നത്. ഈ തൊട്ടിലാട്ടോ അല്ല, അത് പോയി. ഇന്ന് എങ്ങനെ തുടങ്ങി ഞങ്ങൾ കുഴപ്പമില്ല കേസ്. അത് അയിനല്ലേ? ജെബിആറിന്റെ അടുത്തേക്ക് എത്തി. ഏകദേശം അപ്പൊ ഞങ്ങളുടെ ജെബിആറിന്റെ അടുത്ത് എത്തിനാ. നമുക്ക് നടക്കാവാ. വെരി ഇനി എന്തെല്ലാം കാണാനുണ്ട്, എന്തെല്ലാം കാണാനിരിക്കുന്നു. വെരി എങ്ങനെയുണ്ട് പ്ലേസ്? എങ്ങനെയുണ്ട്? സെറ്റല്ല? എടുത്തോ, ഫുൾ എടുത്തോ. 2 കാണുന്നില്ല. അബിയ പേര് ബീച്ചിനടുത്ത് എത്തിയിരിക്കുകയാണ്. ഞായറാഴ്ച ചെറിയ തിരക്ക് കാണുന്നല്ലേ? നല്ല സമയമല്ലേ ഇത്? ഇതേ സമയത്ത് ഇവിടെ വരണ്ടല്ലേ? ഏത് മജ അറിയാം. എന്തോരം കുറച്ച് ഫോട്ടോ എടുത്തിട്ട് അപ്പൊ പ്രാവശ്യം ഹെലികോപ്റ്റർ. കൊറേ വീഡിയോ എടുത്താ പോയത്. ആസിഫ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്ളോഗ് എടുക്കുന്നുണ്ട്. പിന്നെ എന്തായാലും കുറെ ടൈമില്ല. എനിക്ക് ഇന്ന് വേറൊരു പരിപാടിയും കൂടിയുണ്ട്. പ്ലേസ് എന്തോ ഒരു ശരിക്കില്ല, പോകേണ്ട സ്ഥലം പോകുന്ന ആ സ്ഥലം അത് നിങ്ങൾ മിസ്സാക്കാൻ. ഇന്ന് നമുക്ക് സമയമില്ല പോവാന്. ബീച്ചിലേക്ക് വന്നിട്ടാകുമ്പോ ഇതിന്റെ മുകളിൽ കയറി ബ്ലൂ വാട്ടർ അങ്ങനെ ആ കാണുന്ന സ്ഥലമില്ല. അത് നല്ല ഒരു ഡിഫറെന്റ് സ്ഥലം. അതൊക്കെ പോകേണ്ട തന്നെ. ജസ്റ്റ് താക്കിട്ടല്ല. ഇവിടെ വീഡിയോ എടുക്കാൻ ചിലപ്പോൾ അലൗഡ് ഉണ്ടാവില്ല.
വരി 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 എല്ലായിടത്തും അതിപ്പോ വീഡിയോ എടുത്ത് തന്നെ ഇതാ എൻട്രൻസ് ഗേറ്റ് അത്രയമ്മ ഇപ്പൊ പോകുന്നത് വഴിയിലോട്ട്. Nura. ഇവിടുത്തുണ്ട് ലാസ്റ്റ് എന്താക്കി അറിയോ അങ്ങനെ പിടിക്കുന്ന മനുഷ്യന് 100 ആര് പിടിക്കലാലോ വീടിന്ന് ഇറങ്ങിയവ ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോ വീഡിയോസ് എല്ലാം എടുത്ത് മംഗലം റോട്ടിൽ പോകും. ഞാൻ ഇതാണ് ഇതിലാണ് നമ്മൾ പോയത് ട്രാവല്. ഇങ്ങനത്തെ വീഡിയോ നോക്കിയ ആൾക്ക് മനസ്സിലാവും. മറീന മോളല്ലേ ദുബായ് എന്ന വന്നഗരത്തിലൂടെ ഞങ്ങളിതാ ഞങ്ങളുടെ യാത്ര തുടരുന്നു. മറ്റേ അയാളാണ്, പേരും ബൈക്ക് കിട്ടുന്നില്ല. സന്തോഷ് കുളങ്ങര. സന്തോഷ് കുളങ്ങര റോഡിലാണ് പോകുന്നുണ്ട്. റിട്ടേൺ പോകുന്നതിന് ഇടയ്ക്ക് മോനെ പോകുന്ന ടാക്സി ക്രീക്ക് ഹാർബറിലേക്ക് പോകുന്നുള്ള കേസ്. ഇല്ല അങ്ങനെ ജസ്റ്റ് അല്ല പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഭാവി ഉണ്ട് എന്ന് ചൊല്ലിക്കോട്ട് നിൽക്കണല്ലോ. പെണ്ണതിന് മങ്ങാൻ കഴിഞ്ഞില്ലേ ചെല്ലോ. ജിംസി എന്താണ് ഈ സൈഡല്ലേ ഇരിക്കല്? ഇതെന്താ തെറ്റ്? അല്ല ജിംസിനെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആസിഫിനാണ്. എല്ലാം ഉറങ്ങി, സെറ്റോടെ ഉറങ്ങി. ആസിഫ് ഉറങ്ങി, ഷിംസി ഉറങ്ങി. നേരെ കാപ്പിനോടി അടുത്തേക്ക് പോകുന്നുണ്ട്. ഫ്ലൈറ്റ് പോയി, ചെറിയൊരു പോക്ക് പോയി കണ്ടിട്ടായിരിക്കും ഗായ്സ്. അപ്പൊ നമ്മൾ അവിടേക്ക് പോവുകയാണ്. ഷിംസീനാന്റെ കുഞ്ഞാന്റെ നമ്മളവിടെ പോകുന്നുണ്ട് ഷെളിയാന്റെ അടുക്ക്. അപ്പോ ഷിംസിന എല്ലാം എണിച്ചിനാ ഓർക്കുന്ന എടുത്തിനെ ഇച്ചിനാ നിന്റെ അടുത്തിനെ നീ ഓർക്ക് നല്ല കിട്ടിയല്ലോ, വൈബില് കിട്ടി. അപ്പൊ ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 10-15 മിനിറ്റിനകം എത്തുന്നതായിരിക്കും. ഉറങ്ങാത്തത് ഞാനും തനിച്ചു. തനിച്ചു പിന്നെ എണിക്കാനില്ല നീ ആ ഓർക്കല എന്റെ പൊട്ടെ. അങ്ങനെ സാധനം വേങ്ങാട്ട് വന്നു
അരമണിക്കൂർ മുന്നേ തോന്നില്ല. നിങ്ങൾ തന്നെ വീഡിയോ എടുക്കുന്നുണ്ട്. സെറ്റ് ഇവിടെ വീഡിയോ എടുക്കുന്ന നല്ല കാണുന്നുണ്ട്. അപ്പോൾ ഞാനോട് യാത്ര വെച്ച് ഞങ്ങൾ ഇന്നത്തെ ബ്ലോഗ് കഴിഞ്ഞിട്ട് ഗൈസ് ഞങ്ങൾ മീൻ മാർക്കറ്റിലേക്ക് പോയിട്ട് മീൻ മാർക്കറ്റും കൂടി ഇപ്പൊ കയ്യൊന്നും ഇച്ചിനാ നീ കഴിഞ്ഞിട്ട് അതിലൊന്നും തുടങ്ങി. മീൻ മാർക്കറ്റിൽ എത്തി ഗൈസ്. യോ മോനെ എന്ത് സ്മെല്ലറാ, മൂക്കിലേക്ക് അടിക്കുന്നല്ലോ. ഇവിടുത്തെ മീൻ മാർക്കറ്റ് ഇത്ര സെറ്റപ്പാ ഗൈസ്. അങ്ങനെ പുള്ളി മീൻ മാർക്കറ്റിലേക്ക് വന്നതാ. മീൻ മാർക്കറ്റിലുള്ള അവസ്ഥയാണ് ഞാൻ കാണാൻ പോകുന്നത്. അതാക്കുറ, ഇത് മാഞ്ചി. മാഞ്ചിയല്ല, സോറി. വെച്ച പോലെ വെച്ചിട്ടുണ്ട്. മീൻ മാർക്കറ്റിലെങ്കിൽ അത്ര ചേൽ കടിച്ചില്ല. നാട്ടിലത്തെ പോലെ ഒന്നല്ല. മീനല്ലെങ്കിൽ ചേൽ കടിക്കിന് വെച്ച് നോക്കിയാ ദുനിയാവുണ്ട്. ഏതിതാ നണ്ട് 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 അതെന്താ ഇതിന് വരുന്നത്? പ്രഗ്നന്റ് ഉള്ളത് എന്തിന്? പുതിനാട്ടി കട്ടില ആയിട്ടുണ്ടാവും. വാ, മീനിന്റെ ആൾക്ക് നല്ല ഇഷ്ടപ്പെടും ബ്ലോഗ്. മീൻ ഇഷ്ടമില്ലാത്ത ആൾ. മീനിന്റെ മാർക്കറ്റ് മാത്രമല്ല, പച്ചക്കറി മാർക്കറ്റിലുണ്ട് ഗൈസ്. പച്ചക്കറി മാർക്കറ്റിലേക്കാണ് പോകുന്നത്.
യപ്പ നോക്കിയാ സിക്ക മോൾ നോക്കിയാ ഡെക്കറേഷൻ ആക്കി നോക്കിയാ മീൻ്റെ ഗൈസ് പച്ചക്കറി മാർക്കറ്റിലേക്ക് എത്തി ഗൈസ് ഭ്രാന്തനല്ലോ ഇല്ല ഞങ്ങൾക്ക് പെർഫ്യൂം മണക്കുന്നതാണ് ആസിന് തള്ള എന്താ കേട്ടിട്ട് ആസിക്ക ബംഗാളികളെല്ലാം വരുന്നാ അല്ലേ അത് വേറെ മാർക്കറ്റാ ഞാനില്ല ആ ഭായ് പോൾക്ക് പൈസ സൂമാക്കിയിട്ടാക്കി കിട്ടിയില്ല ഞങ്ങൾ തിരിച്ചു പോകുന്ന കേസ് ഒരാളെ കുറച്ച് ടയർഡായിട്ടാ ടൈമായി എന്തായാലും അമ്മ ഫിഷ് മാർക്കറ്റും കണ്ട് ഫ്രൂട്ട്സ് മാർക്കറ്റും കണ്ട് അപ്പൊ ഇനി ഞമായി അടുത്ത ദിവസം വരും കാണുമ്പോഴേക്കും ഓക്കെ ബൈ ബൈ.